ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗസൗരഭം എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗസൗരഭം ഇങ്ങു നിന്നു മന്ദവായുവും അങ്ങു നിന്നരുളി എങ്ങോ ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ ഉൾപ്പുളകമാർന്നത്യുധാരമി പുഷ്പതൽപ്പം ഒരുക്കി ഞാൻ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ അനഘ എന്തിറ്റി വയ്യ പനിയാണോ? ഓക്കെ, ചോദിക്കാം. ചേച്ചി അനക്കക്കുട്ടി ചേച്ചി ശരിക്കും ഇപ്പൊ കണ്ടാല് പ്രണയവർണ്ണങ്ങളില് മഞ്ജു ചേച്ചി കണ്ണടക്കിട്ട് നിന്ന് പാടിയ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. നല്ല ഉടുപ്പ്. എന്താണ്, റോസാപ്പൂ ഉണ്ടോ? ഒറിജിനലാണോ? അല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കണ്ണടയൊക്കെ വെച്ച് കണ്ണട തിരിച്ച് കണ്ണിലോട്ട് വന്നു. അങ്ങനെ ഫൈനലി. ഇന്ന് എന്ത് പറ്റി? പനി 2 ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ ട്രിപ്പൊക്കെ ഇട്ടിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട്. ടെമ്പറേച്ചർ 104 ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ. ഇപ്പോഴും അങ്ങനെയാണോ നിക്കുന്നത്? ഇപ്പം ഇച്ചിരി കുറഞ്ഞു. പനി കുറവുണ്ട്, പക്ഷെ ജലദോഷവും ചുമയൊന്നും മാറിയിട്ടില്ല. വോയിസ് അടഞ്ഞിരിക്കുക. വോയിസ് അടഞ്ഞിരിക്കുന്നത് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഇന്ന് നിന്റെ മൊയ്തീൻ മൂവി രമേശ് നാരായണൻ സാറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളൈ സാറ്, പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ സാറും ശില്പാരാജ് മാമും. എന്തായാലും മോളെ നല്ല നല്ല സോങ് സെലക്ഷൻ ആണ്. രമേശ് ജിയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള പാട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു നാടകഗാനം പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു കോമ്പോസിഷനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും മനസ്സിൽ ഞാൻ അദ്ദേഹത്തെ ഗുരുവിനെ പോലെയാണ് കരുതുന്നത്. എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് എന്ന് പറഞ്ഞ പാട്ടിനാണ്. അപ്പോൾ ഒരിക്കലും മറക്കാനാവില്ല. എനിക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. മോളെ എനിക്ക് തോന്നിയത് മോൾക്ക് കുറച്ചുകൂടി ഒരു ഓപ്പൺ, ഇപ്പം ഞാനതാണ് എഴുതിയത്, ഓപ്പൺ സിംഗിങ് ആവാമായിരുന്നു. കാരണം ഇത് ആ ഒരു സ്കെയില് മോൾക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ പനിയാണെന്ന് പറഞ്ഞത് കൊണ്ടും ഞാനത് മാറ്റി, അത് ഹൈ കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അധികം പറയാനും പറ്റില്ല. കാരണം ആ ഒരു പ്രോബ്ലം കാരണമാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു തടസ്സം പോലെ തോന്നിയത്. മോൾക്ക് തന്നെ അതൊരു വിഷമമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല. എന്തായാലും നല്ല സോങ് തന്നെയാണ് മോള് കൊണ്ടുവന്നത്. ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെയെങ്കിലും പാടാൻ പറ്റിയല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സർ,
അനഘക്കുട്ടി, സർ. എന്താ പറയാ, കാരണം 104 ഡിഗ്രി പനിയായിട്ട് അതെ പിന്നെ അത് കഴിഞ്ഞു വന്ന് ഇത്രയെങ്കിലും പാടിയല്ലോ, അതെ അത്രേ പറയാനുള്ളൂ. കാരണം നല്ലൊരു പാട്ട് ഇത് പാടിയപ്പോൾ ഞാൻ ജയേട്ടനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്തൊരു പാട്ടുകാരനായിരുന്നു. കാരണം ഒരു പ്രത്യേക ശബ്ദവും പ്രത്യേക സ്വഭാവമുള്ള ഒരു നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഗായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മോൾ പാടിയത് നന്നായിരുന്നു കുറെ ഭാഗങ്ങൾ. എങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ നിർമ്മല രാഗം സൗരഭം എന്ന് പാടുന്നിടത്ത് വോയിസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫാൾസെറ്റോയിലോട്ട്. അത് അറിയാതെ ചെയ്യാൻ നോക്കണം. അത് പനിയായതുകൊണ്ടാണോ അതോ ആണല്ലേ, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ടാ പാടിയിരുന്നേ. ഓക്കെ. പിന്നെ വോയിസിന് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സുഖമില്ലാതെ നിന്ന് ഇങ്ങനെ കോമ്പറ്റീഷനിൽ പാടേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. കാരണം ഇതിപ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ നമ്മൾ പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല, അല്ലേ? അപ്പോൾ വരാതിരിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ ഞങ്ങളൊരു 10 കുറേ വർഷമായില്ല എണ്ണാച്ചി നമ്മളിത് കാണുന്നു, അല്ലേ? പിന്നെ കുറേ വർഷം കൊണ്ട് ഇതുപോലെ പല കുട്ടികളും ശബ്ദമില്ലാതെ വന്ന് സ്റ്റേജിൽ വന്ന് കഷ്ടപ്പെടുന്ന കാണാറുണ്ട്. എന്തായാലും ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഈ ചാപ്റ്റർ അങ്ങ് മറക്കുക. നന്നായിരുന്നു. എന്നാൽ അസുഖത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലീവ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. അനഘ സർ. കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു സംഭവം നമ്മുടെ ഫങ്ഷനിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ 100% നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പനി, ഈ മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടയടപ്പ്, ഈ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ഏത് സിംഗർ ആണെങ്കിലും നമുക്കൊരു 100% കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമുക്കും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്കൊന്ന് തൊണ്ട ഡ്രൈ ആയെന്ന് തോന്നുന്നു, അല്ലേ? സ്ക്രാച്ചൊക്കെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കൺട്രോളിലല്ല തൊണ്ടയെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ ഷെഡ്യൂളിൽ നമുക്ക് ഈ സമയത്ത് പനി, ജലദോഷം, അൾട്ടിമേറ്റ്ലി മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി സിംഗിങ് ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ആ സമയത്ത് അയ്യോ കുട്ടിക്ക് സാറില്ല, ജലദോഷമല്ലേ, സാറില്ല, 9 മാർക്ക് കൊടുത്തേക്കാം എന്ന് നമുക്ക് ഒരു പരിധി വരെ മാത്രം തുടക്കത്തിലൊക്കെ നമുക്ക് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഈ ഓരോരോ സ്റ്റേജസ് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അനഘ സർ. നന്നായിട്ട് പാടി അനഘ. താങ്ക് യു സർ. കാര്യം ഈ ഒരു അവസരത്തിൽ ഒരു വലിയ ഓടായിട്ട് തോന്നി ആ അനുപല്ലവി പാടിയപ്പോൾ ഒരു സസ്റ്റൈൻ ഒട്ടും ചേർന്നിട്ടില്ലായിരുന്നു ശ്രുതി. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും പാടിയില്ലേ, അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഹെഡ് വോയിസ് നമുക്ക് അത് കൺട്രോൾ തുറന്നും പാടാൻ പറ്റത്തില്ല. രണ്ടും കെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ബാക്കിയൊക്കെ രസമായിട്ട് പാടി. പക്ഷേ ഈ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യരുത്. അത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ചിലതൊക്കെ ചേർത്ത് തന്നെ പാടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കോമ്പസിഷൻ്റെ ബ്യൂട്ടി കിട്ടുന്നത്. എല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് ഇവിടെ വന്ന് കിട്ടുക്കാച്ചി പെർഫോമൻസുകൾ തരണം ഞങ്ങൾക്ക്. അതാ വേണ്ട നമുക്ക്, കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അനക്ക, കൂളായിട്ടിരിക്കും കേട്ടോ. യു ആർ ലുക്കിംഗ് ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. ഈ പെർഫോമൻസിന് 8 മാർക്ക്. താങ്ക് യു ചേച്ചി. ശരത് സർ. ഇത്രയൊക്കെ അസുഖം എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കൊണ്ട് 8.2 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, കിടക്കുന്നു. യെസ്. ഇനി ഞാൻ തന്നെ പറഞ്ഞോളാം. MG സർ. എന്തായാലും അസുഖമൊക്കെ ശരിയായി വരട്ടെ. ഗിവിംഗ് യു 8 മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 24.2. താങ്ക് യു. ഓക്കേടാ, അപ്പൊ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കട്ടോ.